എല്ലാവർക്കും മല്ലൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. ബാഡ് ബോയ്സ്, ബാന്ദ്ര, പൈങ്കിളി, ഹണ്ട് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTT വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ലെഗ് പീസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ഈ സിനിമ ഇന്ന് ടെൻറ്റുകോട്ട OTT പ്ലാറ്റ്ഫോമിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ നേടിയെടുത്തത്. പക്ഷേ സിനിമ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. സിനിമ വിഷുവിന് മുന്നായിട്ട് ആമസോൺ പ്രൈമിൽ സർപ്രൈസായിട്ട് റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ ഇതിനോടകം തന്നെ 250 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് എമ്പുരാൻ. സിനിമയുടെ കളക്ഷൻ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് 45 ദിവസത്തിനുള്ളിൽ OTT റിലീസ് എത്തിയേക്കും. ആമസോൺ പ്രൈം അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ ആയിരിക്കും എമ്പുരാൻ സിനിമയുടെ OTT വാങ്ങിക്കാൻ പോകുന്നത്. മലയാളത്തിൽ ഇതുവരെ ഏറ്റവും വലിയ റെക്കോർഡ് തുകയായിരിക്കും എമ്പുരാൻ്റെ OTT വിറ്റുപോകുന്നത്. സിനിമ 400 കോടിക്കടുത്ത് നേടുമെന്നത് ഉറപ്പാണ്. അടുത്തൊരു അപ്ഡേറ്റ് ജയിലർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ ഹിന്ദി വെർഷൻ യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നു. മലയാളം വെർഷൻ വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. ജയിലർ സിനിമയുടെ OTT ഇന്നാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ജയിലർ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തേക്കും. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ജയിലർ. അടുത്തൊരു അപ്ഡേറ്റ് ടെസ്റ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നയൻതാര, സിദ്ധാർത്ഥ്, മാധവ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ടെസ്റ്റ് ഒരു സ്പോർട്സ് മൂവിയാണ്. ക്രിക്കറ്റിനെ ആസ്പദമാക്കിയാണ് ടെസ്റ്റ് നടക്കുന്നത്. ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഇന്ന് രാത്രി 12 മണിക്കാണ് ടെസ്റ്റ് സിനിമയുടെ OTT റിലീസ്. ഇതൊരു ഡയറക്റ്റ് OTT മൂവിയാണ്. അടുത്തൊരു അപ്ഡേറ്റ് മച്ചാൻ്റെ മാലാഖ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് മച്ചാൻ്റെ മാലാഖ. ഇതൊരു കോമഡി മൂവിയാണ്. സബിൻ ഷാഹിറാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ മച്ചാൻ്റെ മാലാഖ എന്ന സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മനോരമ മാക്സിൽ സിനിമ ഇന്ന് അവൈലബിൾ ആയിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ബാഡ് ബോയ്സ് സ്വന്തമാക്കിയത്. ഒമർ ലല്ലു സംവിധാനം ചെയ്ത സിനിമയാണ് ബാഡ് ബോയ്സ്. റഹ്മാന്റെ ഒരു തിരിച്ചറിവ് തന്നെയായിരുന്നു ബാഡ് ബോയ്സിൽ. ഒരുപാട് താരനിര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ബിബിൻ ജോർജ്, മുകേഷ്, പിഷാരടി, ധ്യാൻ, സെന്തിൽ തുടങ്ങി ഒരുപാട് പേര് അഭിനയിച്ച സിനിമയാണ് ബാഡ് ബോയ്സ്. ഇപ്പോൾ ഒടുവിൽ മനോരമ മാക്സ് ആണ് ബാഡ് ബോയ്സിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ സർപ്രൈസ് ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. ഒരു പക്ഷേ വിഷു ദിനത്തിലായിരിക്കും ബാഡ് ബോയ്സിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് DNA. റായ് ലക്ഷ്മി, അക്സർ, അന്ന റെജി തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കിലായിരിക്കും DNA സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബാന്ദ്ര സിനിമയുടെ OTT നേരത്തെ വിറ്റുപോയതാണ്. ഡിസംബറിൽ ആമസോൺ പ്രൈമാണ് ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ നേരത്തെ വന്നതാണ്. പക്ഷേ സിനിമ ഇതുവരെ റിലീസായിട്ടില്ല. വിഷു സ്പെഷ്യലായിട്ട് ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ദിലീപും തമനയുമാണ് ബാന്ദ്രയിൽ അഭിനയിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പൈങ്കിളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പൈങ്കിളി സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം 11 വിഷു സ്പെഷ്യലായിട്ടാണ് പൈങ്കിളി സിനിമ മനോരമ മാക്സിൽ റിലീസാവുന്നത്. സജിൻ ഗോപു, അനശ്വരിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. എവറേജ് അഭിപ്രായമാണ് പൈങ്കിളിക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും സിനിമ ഏപ്രിൽ 11 റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഹണ്ട്. എന്നിട്ടും ഹണ്ടിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. കാരണം ഹണ്ട് സിനിമ നല്ലൊരു കഥയാണ് പറഞ്ഞു പോകുന്നത്. ഭാവനയാണ് സിനിമയിലെ നായിക. ഒരു കോളേജിലുണ്ടാകുന്ന സംഭവമാണ് ഹണ്ട് പറയുന്നത്. മനോരമ മാക്സ് ആണ് ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വീക്കിൽ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഹണ്ട് ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. വിഷു സ്പെഷ്യലായിട്ടായിരിക്കും ഹണ്ട് സിനിമ വരുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഏപ്രിൽ 11
31 മനോരമ മാക്സിൽ ഹണ്ട് സിനിമയുടെ OTT റിലീസ് ഉണ്ട്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ദാവീദ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. സിനിമ റിലീസായിട്ട് ഒരു മാസം കഴിഞ്ഞു. ആന്റണി വർഗീസാണ് സിനിമയിലെ നായകൻ. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ദാവീദ് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകർ ദാവീദിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ദാവീദ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ വിഷു സ്പെഷ്യൽ ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. അതായത് ഏപ്രിൽ 11 ദാവീദ് OTT റിലീസ് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് സിനിമകൾ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.